കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 40ാമത്തെ മെസ്സേജിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് വായിക്കുന്നത്. നവയുഗ മതം. ക്രിസ്തീയതയ്ക്കെതിരെയുള്ള യുദ്ധം ഇപ്പോൾ രൂക്ഷമാകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ പ്രതിരോധിക്കാൻ ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ നുണകൾ വിഴുങ്ങാൻ നിങ്ങൾ നിർബന്ധിതരാകും. അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. ഭൂമിയിലെ എൻ്റെ സഭയെ തകർക്കുന്നതിലൂടെ സാത്താൻ പദ്ധതിയിടുന്നത് എൻ്റെ അനുയായികളുടെ വിശ്വാസം തകർക്കാനാണ്. ഇപ്പോൾ തന്നെ എൻ്റെ അനുയായികളിൽ അനേകർ എന്നെ ആരാധിക്കാതെ ആയിക്കഴിഞ്ഞു. കാരണം അവരുടെ അഭിപ്രായത്തിൽ സഭയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരുടെ പാപങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ്. അവർ ആ പാപത്തിന് എന്നെ കുറ്റപ്പെടുത്തും. പിശാചിൻ്റെ മക്കളെ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാൻ പ്രലോഭിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ നവയുഗ മതം, ന്യൂ ഏജ് റിലീജിയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ മതം തന്നെ അതിനായി ഉപയോഗിക്കുന്നു. കാരണം അവർ സത്യസഭയുടെ, എൻ്റെ സഭയുടെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും എടുത്തുമാറ്റാനും സഭയുടെ കൽപ്പനകളെയെല്ലാം എതിർക്കാനും തള്ളിക്കളയാനും ആഗ്രഹിക്കുന്നു. ദൈവത്തെപ്പോലെയാകാൻ മാത്രമല്ല, ദൈവത്തെക്കാൾ ഉയരത്തിലെത്താൻ ആഗ്രഹിച്ച ലൂസിഫറിനെ പോലെയാണവർ. ഈ ലോക കേന്ദ്രീകൃതമായ ഒരു വ്യാജവിശ്വാസം കൊണ്ട് നിയന്ത്രിക്കപ്പെടാൻ പാകത്തിൽ അവൻ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വഴിതെറ്റിക്കുന്നു. വ്യാജ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അനേകർക്ക് നാശകാരണമായിട്ടുണ്ട്. അതവരെ അന്ധകാരത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ പീഡിപ്പിക്കാനായി സാത്താൻ അവൻ്റെ ദൂതന്മാരെയും ദുഷ്ടാരൂപികളെയും അയക്കുന്നു. ഈ പൈശാചിക ദൂതന്മാരെ കാണാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഭയന്ന് വിറയ്ക്കുമായിരുന്നു. 2 or 3 ദുഷ്ടാരൂപികൾക്ക് നിങ്ങളെ വളഞ്ഞ് നഗ്നനാക്കി അപമാനിക്കാൻ കഴിയും. അവർക്ക് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അസഹ്യപ്പെടുത്താനും മറ്റുള്ളവർക്കെതിരെയുള്ള ദ്രോഹചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാനും കഴിയും.